ഇന്നൊരു വെണ്ണക്കഥയാട്ടോ. യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കണ്ടിട്ടേ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പാത്രത്തിനകത്തേക്ക് കുറച്ച് നെയ്യ് എടുത്ത് ഒരു സ്പൂൺ ഇട്ടു. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. സംഭവം സെറ്റാവുമോയെന്ന് അറിയില്ല, കാരണം അന്ന് നമ്മൾ ബർഗർ ഉണ്ടാക്കിയപ്പോൾ അത്ര ഇഷ്ടമായില്ല കേട്ടോ. എന്താണാവോ നമ്മൾ കഴിക്കാത്തത് കൊണ്ടായിരിക്കും. എന്തായാലും ഇതിനകത്ത് ഐസ് ക്യൂബ് ഇട്ട് കുറേ നേരം ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും സംഭവം ആയി വരണുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ ആയില്ല. അപ്പോൾ എന്തായാലും ഇത് പൊളിഞ്ഞോ എന്നൊക്കെ വിചാരിച്ചാട്ടോ ഉണ്ടാക്കിയെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. വെണ്ണ തന്നെ ആയി കിട്ടിയിട്ടോ. നമ്മളൊരു കുഞ്ഞ് സ്പൂൺ നെയ്യ് എടുത്തെങ്കിലും ഉണ്ടാക്കി വന്നപ്പോൾ അതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു കേട്ടോ വെണ്ണയായത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടു. പൊന്നൂട്ടിയും വാകുടറും ഭയങ്കര സന്തോഷമായി കേട്ടോ ഉണ്ടാക്കി കിട്ടിയപ്പോൾ. പിന്നെ അത് കഴിക്കാനുള്ള ധൃതിയായിട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു ചെറിയ കൊല വെട്ടിയിട്ട് വാടി പഴുത്തിരിക്കേണ്ടായിരുന്നു കേട്ടോ. വലിയ മധുരമുള്ള പഴമൊന്നും ആയിരുന്നില്ല. കൃഷ്ണയൊക്കെ കണ്ട് ഇവരുടെ ധാരണ കൃഷ്ണന് മാത്രം കഴിക്കാൻ പറ്റിയ എന്തൊരു ഐറ്റമാണ് വെണ്ണ എന്നാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് കഥയൊക്കെ പറയണുണ്ട്, ഇതാണോ അവൻ അമ്മേനെ കാണാതെ കട്ട് തിന്നണ വെണ്ണ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ കഴിക്കണത്. അവർ നല്ല ഹാപ്പി ആയിട്ട് ഇത് കഴിച്ചപ്പോൾ. പൊന്നുകുട്ടി വേഗം കഴിക്കാൻ കേട്ടോ. വാവക്കുട്ടൻ കഴിച്ച് തീരണേക്കാളും മുന്നേ തന്നെ ഞാൻ അതുകൊണ്ട് വാവക്കുട്ടനും കൂടെ കഴിക്കട്ടെ എന്ന് ഓർത്തിട്ട് വേഗം ഞാൻ അവന് മിക്സ് ചെയ്തിട്ട് എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ വാവക്കുട്ടനും കഴിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും പഴമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചു. അപ്പോൾ വാവക്കുട്ടൻ തന്നെ പോയി കസേരയിട്ട് ഫ്രണ്ടിൽ പോയി ചായ കുടിക്കാൻ കേട്ടോ. അച്ഛ ഇരുന്ന് കഴിക്കണ പോലെ അവൻ കണ്ടില്ല കേട്ടോ ഞാനും പൊന്നുകുട്ടി നോക്കിക്കൊണ്ട് നിൽക്കണത്. അതൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അച്ഛ വന്നു. പിന്നെ അച്ഛൻ്റെ ചെറിയൊരു ഗാനമേള കേട്ടോ. ഒന്ന് കേട്ട് നോക്കിയേ.